നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്നു CBSE സുഗമ ഹിന്ദി ക്ലാസ് 10th 2024-25 ക്വസ്റ്റ്യൻ മോഡൽ, അതുപോലെ തന്നെ 2025 എക്സാം ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതുപോലൊരു പാരഗ്രാഫ് തന്നിരിക്കും. അതിൽ നിന്ന് താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താനാണ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് വാക്കുകൾ, ഗ്രാമറുകൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുത്ത് പഠിക്കുക. അപ്പോൾ ബുക്ക് കിട്ടാത്തവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ പഠിക്കാം. അതുപോലെ തന്നെ ഗൈഡിലൂടെ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസമാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറാവുന്ന എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ കണ്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് 2025 ഗൈഡായിട്ട് വരുന്നത്. ഫസ്റ്റ് പേജിൽ തന്നെ നിമ്നലിഖിത പദവും കാ വിഗ്രഹ കർക്കെ സമാസ് കാ നാം ലിഖിയെ. ഇവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സമസ്ത പദ്, വിഗ്രഹ്, സമാസ് കാ നാം ഇങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓരോ റോം ലെറ്ററിൽ നിന്നും നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം 4 ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ച് ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. ഈ ഒരു CBSEയുടെ 10th പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പോർഷൻ പരീക്ഷ എഴുതാൻ പറ്റും. കൂടാതെ ഹിന്ദി നല്ല റെഡിയാകും. പിന്നെ ടെസ്റ്റുകളിലൊക്കെ ചോദിക്കുന്നത് ഈ ഒരു മോഡലാണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന റോം ലെറ്റർ ആദ്യത്തെ 5 സെൻറ്റൻസ് വെച്ച് നിങ്ങൾ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ സ്വയം തയ്യാറാക്കി പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്ന് 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അടുത്ത റോം ലെറ്റർ 2 ആണ്. മുഹാവരോं का अर्थ लिखकर वाक्यों में प्रयोग कीजिए. ഇവിടെ ഒരു 15 മുഹാവര കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 3 എണ്ണമാണ്. 4 എണ്ണം. അപ്പോൾ 15 നിന്ന് 4 എണ്ണം കിട്ടും. അത് വായിച്ച് അതിൻ്റെ അർത്ഥം എഴുതി സെൻറ്റൻസ് ആക്കുക. അടുത്ത് വരുന്നത് നിർദ്ദേശാനുസാർ വാക്യോं का रूपांतरण कीजिए, सरल वाक्य में बदलिए. 3ാമത്തെ പേജിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് 4ാമത്തെ പേജിൽ സംയുക്ത വാക്യമേ ബദലിയെ. സംയുക്ത വാക്യത്തിൽ വരുന്നത് എല്ലാത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 എണ്ണം, സരള വാക്യത്തിൽ വരുന്ന 1 എണ്ണം, മിശ്ര വാക്യത്തിൽ വരുന്നത് 1 എണ്ണം. ഇവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 5ൽ നിന്ന് ഏതെങ്കിലും 1 എണ്ണമാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് റോം ലെറ്റർ 4 ആണ്. ഇംഗ്ലീഷ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 4 എണ്ണം ചോദിക്കും. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. പിന്നെ റോം ലെറ്റർ 5ൽ വരുന്നത് ലെറ്ററാണ്. 2 ലെറ്റർ ചോദിക്കും. ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതുക. അപ്പോൾ ഈ നോട്ടെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എഴുതി പഠിക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. എല്ലാ CBSE ICSE സ്കൂളിലും ഈ ഒരു മോഡലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം എല്ലാ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ മോഡൽ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ നോട്ടും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കത്ത്. ഇവിടെ 3 കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 കത്ത് ചോദിക്കും. 1 കത്ത് വേണം എഴുതേണ്ടത്. പിന്നെ വരുന്നത് ലഘുലേഖമാണ്. അതും 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 1 എണ്ണം. പിന്നെ വരുന്നത് വിജ്ഞാപൻ, പരസ്യമാണ്. 2 പരസ്യം തന്നിരിക്കും. ഇവിടെ 3 പരസ്യം കൊടുത്തിട്ടുണ്ട്. 4 പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ചോദിക്കും. 1 എണ്ണം എഴുതുക. പിന്നെ +2നും +1 ചോദിക്കുന്നത് ഇതേ മോഡൽ തന്നെയാണ്. സ്റ്റേറ്റ് സിലബസുകാർക്ക് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗൈഡാണ്. ഈ ഒരു ഗൈഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിലുള്ളതും ഒരുപാട് നന്നായിട്ട് എഴുതാൻ കഴിയും. അതുപോലെ തന്നെ സുഗമ ഹിന്ദിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വായിച്ച് പാരഗ്രാഫിൽ നിന്ന് ആൻസർ കണ്ടെത്താനുള്ള രീതിയാണ് അതിൽ വരുന്നത്. ലാസ്റ്റായിട്ട് വരുന്നത്, അപ്പോൾ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതാനുള്ള 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ചോദിക്കും. 1 എഴുതിയാൽ മതി. കത്തും 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ 4ൽ നിന്ന് 2 കത്ത് ചോദിക്കും. 1 കത്ത് എഴുതുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗൈഡിൽ വരുന്ന മോഡൽ. അപ്പോൾ എല്ലാ നോട്ടുകളും നന്നായി വായിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. എല്ലാം വരുന്നത് ഈ ഗൈഡിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ ഗൈഡ് ഇതുവരെയും കിട്ടാത്ത കുട്ടികൾക്ക് ഈ നോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം നന്നായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ ഏതെങ്കിലും എക്സ്പ്ലനേഷൻ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ
കമൻസിൽ അറിയിച്ചാൽ മതി, അതനുസരിച്ച് തരുന്നതാണ്. അപ്പോൾ മൊത്തം ഇതിൽ വരുന്നത് ഒരു 20 പേജാണ്. അപ്പോൾ ചിട്ടയായ രീതിയിൽ തന്നെ പഠിക്കുക. അടുത്ത മാസമാണ്, ഒരു മാസമേ ഉള്ളൂ എക്സാമിന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ 5 സെൻറ്റൻസ് വീതം ഓരോ റോമൻ ലെറ്ററിൽ നിന്ന് വരുന്നതനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്വയം റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മോഡലും കൂടെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് സ്വയം തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും നേടാം. അതുപോലെ റാങ്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ഗൈഡും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കുക. ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.